എൻ്റെ ഫസ്റ്റ് സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ ഷീ സാറാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ 2 സിനിമയിൽ എൻ്റെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. 7-ാം സൂര്യനിലും പിന്നെ റിലീസായത് ബാങ്കോക്ക് സമ്മറിലും. എനിക്ക് ഫിസിക്കലി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് എന്നോട് ചോദിക്കും, ഉണ്ണി ഇതാണ് സംഭവം, ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റും, അപ്പോൾ സാർ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ലിബർട്ടി എനിക്ക് ശശി സാറിൻ്റെ അടുത്തുണ്ട്. മോനെ നിനക്ക് ഇങ്ങനെ ഇവിടുന്ന് ചാടാൻ പറ്റും. അപ്പോൾ സീരിയസ്ലി ഞാൻ ബാങ്കോക്ക് സമ്മർ എന്ന സിനിമ ബാങ്കോക്ക് സമ്മറിൽ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ഹെവി ഫൈറ്റ്. അപ്പോൾ അതും കണ്ടിട്ടാണ് എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞത് മല്ലു സിംഗ് എന്ന സിനിമയിൽ ഫൈറ്റ് സീക്വൻസസ് ആയത്. അപ്പോൾ ഈ ഒരു സിനിമ അവർ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശശി സാറ് ഭയങ്കര രസമായിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട് ഡബിൾസിൻ്റെ സെറ്റിൽ ഡബിൾസിൽ നമുക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ പോയിട്ട് മീറ്റ് ചെയ്തത്. എന്നോട് എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ സിനിമയിൽ എങ്ങനെ വന്നു, എന്താ ഇഷ്ടം, കാര്യങ്ങൾ. പിന്നെ ആ സിനിമയിൽ ഇന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും ചോദിച്ചില്ല. സംസാരിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എണീറ്റ് നിന്നപ്പോഴാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനാകെ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു ഭഗവാൻ. പിന്നെ ഭയങ്കര താങ്ക് യു സാറേ, താങ്ക് യു ആയിട്ട് പിന്നെ പെട്ടെന്ന് ചോദിച്ചു സെറ്റിലേക്ക് വരുന്നുണ്ടോന്ന്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഡബിൾസിൻ്റെ സെറ്റിൽ പോയി ജസ്റ്റ് ഇങ്ങനെ കണ്ടു, ചായ കുടിച്ചു. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഫ്രണ്ട്സിനോട് വിളിയൊക്കെയായിരുന്നു മമ്മൂക്കയോടൊപ്പം സിനിമ ചെയ്യാൻ പോകുന്നതൊക്കെ ആയിട്ട്. പിന്നെ ഒരു 1.5 മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റ് അയച്ച് അങ്ങനെ ഒരു മെൻ്റലി ഇങ്ങനെ പ്രിപ്പയർ ആവുന്നത്. ഇനിയിപ്പോൾ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കണം. സ്ക്രിപ്റ്റ് അയച്ചപ്പോൾ കുറേ കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടു. ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്കനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് എണീപ്പിക്കുകയാണ്. ഒരു ഇല്യൂഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ മരിച്ചു എൻ്റെ ഒരു ഇല്യൂഷനിൽ. ഇത് എനിക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുനിഞ്ഞാൽ മതി ഇങ്ങനെ എണീപ്പിക്കാൻ. ഇപ്പം ഞാൻ കണ്ടിട്ട് ആകെ എനിക്ക് പേടിയും സംഭവമായിട്ട് എനിക്ക് കുനിയാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ആകെ ടൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡയലോഗ് ആ മസിലൊന്ന് ലൂസാക്ക്. അപ്പോൾ ഞാൻ എന്നെ കുടഞ്ഞു കളയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ പറയും മസിൽ പിന്നെ എങ്ങനെ ലൂസാക്കുക, ഇങ്ങനെയല്ലേ, അങ്ങനത്തെ ഒരു ഭയങ്കര. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ദിലീപ് പണിക്കർ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചേട്ടാ ഇത് ഫസ്റ്റ് ഡേ തന്നെ കൊളായി, എനിക്കിങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ മമ്മൂക്കനെ കാണുമ്പോൾ നമ്മൾ ആകെ ഡെസ്പായി പോവാം. കുഴപ്പമില്ലടാ, അങ്ങനെ കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത ഷോട്ടൊക്കെ വന്നപ്പോൾ മമ്മൂക്കയുടെ ഒപ്പം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ വക പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന ആ സീൻസിലൊക്കെ പുള്ളി എന്നെ ഇങ്ങനെ ഭയങ്കര എന്നെ കംഫർട്ട് സോണിൽ കൊണ്ടുപോയി. ചിലപ്പോൾ കൈ പിടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഇനി കൈ പിടിക്കണോ, അപ്പോൾ കൈ ഇങ്ങോട്ട് വന്നു, അപ്പോൾ നമുക്ക് പിടിക്കാമല്ലോ, അങ്ങനത്തെ രസമായുള്ള. പിന്നെ ഞാനും മമ്മൂക്ക ബേസിക്കലി കുറച്ചും കൂടി എനിക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ സംസാരിച്ചപ്പോൾ മമ്മൂക്കായും ഒരു 5 മണിക്ക് 6 മണിക്ക് എണീറ്റ് എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പിടിച്ചാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുമിച്ച് ജിമ്മിൽ പോവാം. എനിക്ക് മമ്മൂക്കോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കൂടിയതെന്ന് പറഞ്ഞാൽ 5 മണിക്ക് 6 മണിക്ക് എണീറ്റ് എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സമ്മതിച്ച് കളഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ 6 മണിക്ക് ജിമ്മിൽ പോയി. അപ്പോൾ മമ്മൂക്ക ഒരു 6:30 കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറയാം കുഴപ്പമിന്ന് 6 o'clock വരും എന്ന് പറഞ്ഞിട്ട് 6:30 വരാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അടുത്ത ദിവസം ഞാൻ 6:15 ഞാൻ പറയാം 6:30 മമ്മൂക്ക വരാം. അപ്പോൾ ഞാൻ ഒരു 6:15 എത്തിക്കോളാം, കുഴപ്പമില്ല. നോക്കിയപ്പോൾ അന്ന് മമ്മൂക്ക 5:30 അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രക്ഷയില്ല. പക്ഷേ രസമാണ് അങ്ങനത്തെ ഒരു റിലേഷൻ. എനിക്ക് നല്ലതാണ്, ഭയങ്കര സ്പോർട്ടിങ് ആണ്. ഞാൻ കേട്ടതുപോലെ ഞാൻ കുറേ പേര് പറഞ്ഞ് ഭയങ്കര ദേഷ്യം പെട്ടെന്ന് വരുന്നു. ഇതുവരെ എൻ്റെ മുന്നിൽ അങ്ങനെ ദേഷ്യമൊന്നും പെട്ടിട്ടില്ല. ഞാൻ നിൽക്കുന്ന സമയത്ത് വേറെ അങ്ങനെ ഭയങ്കരമായിട്ട്. പക്ഷേ നല്ല ഡെഡിക്കേറ്റഡ് ആണ്. എനിക്കും എൻ്റെ പേഴ്സണൽ കരിയറിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അഭിനയിച്ച് അങ്ങനെ ഒന്നും അറിയില്ല. മേ ബി ഗ്രാജുവലി കുറേ സിനിമകൾ ചെയ്താൽ നന്നാവുമെന്ന് വിചാരിക്കുന്നു. ബട്ട് പേഴ്സണൽ ലൈഫിൽ മമ്മൂക്ക ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലത്തെ ഡയറക്ടേഴ്സ് പ്രമോദ് പപ്പൻ സാറായിരുന്നു. ഇവിടെയും എനിക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഈ നെഗറ്റീവ് റോൾ ചെയ്യണോ അല്ലെങ്കിൽ നിനക്ക് ഈ പോസിറ്റീവ് റോൾ ചെയ്യണോ. അവരായിട്ട് പറഞ്ഞതാണ് നീ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനും കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എനിക്ക് ആ ഒരു പ്രമോദ് പപ്പൻ സാർ ഒരു ലിബർട്ടി തന്നു. ആസ് എൻ ആക്ടർ നിനക്ക് ഇഷ്ടമാവുന്ന പോലെ നീ ചെയ്യും ഈ ക്യാരക്ടർ, നീ എങ്ങനെ അത് കൺസീവ് ചെയ്യണത് പോലെ. അപ്പോൾ ഒരു ഷോർട്ട് ഫ്രെയിം വെച്ചാലും ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോയി അതിന് വേണ്ടി അനുസരിച്ച് ഫ്രെയിം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ടോട്ടൽ ലിബർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ ഭയങ്കര വലിയ ഹിറ്റോ അല്ലെങ്കിൽ റെക്കഗ്നീഷൻസോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും
ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു എക്സ്പോഷർ തന്നു. ബിക്കോസ് ആദ്യത്തെ സിനിമയിൽ തന്നെ അത്രയും ആക്ഷനും അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ കിട്ടാമെന്ന് ഭയങ്കര എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ അടുത്തായിട്ട് അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ കിട്ടിയതുകൊണ്ട് എനിക്ക് മല്ലു സിംഗ് എന്ന സിനിമയിൽ ഉണ്ണിയെ വെച്ച് അവൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു മീൻസ് ഫൈറ്റ് മല്ലു സിംഗ് എന്ന സിനിമയിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. മല്ലു സിംഗ് എന്ന ക്യാരക്ടർ ഭയങ്കര സ്റ്റൗട്ടാണ്, ഒരു അടിയടിച്ച ആൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ ഒരു പുതിയ ആളെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാളും നല്ലവർക്ക് ഞാൻ ഈ സിനിമ ചെയ്തുകൊണ്ട് അവർക്കൊരു റെഫറൻസ് കിട്ടി. സോ ബേസിക്കലി എനിക്കൊരു ലിബർട്ടി തന്ന ഏറ്റവും കൂടുതൽ ഉണ്ണിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളൊരു ലിബർട്ടി തന്നൊരു ഡയറക്ടേഴ്സായിരുന്നു. അതെ, ആദ്യത്തെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. സ്വീഡൻ സിനിമയാണ് ഞാൻ ചെന്നൈയിൽ വെച്ച് കണ്ടത്. അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു ഫാമിലി സിനിമ ആയതുകൊണ്ട് അങ്ങനത്തെ ക്രൗഡ് ഈ വിസിലടി അതൊന്നുമില്ല. പക്ഷേ 1-2 ഡയലോഗ് ചെയ്തപ്പോൾ ഒരു 2-3 വിസിലടി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നമുക്ക് വിസിലടി കിട്ടിയെന്ന് പറഞ്ഞാൽ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ വർഷം ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഇങ്ങനെ സിനിമയിൽ. പിന്നെ അത് തമിഴിലായപ്പോൾ ഇനി ചിലപ്പോൾ നാളെ മലയാളത്തിലും അല്ലെങ്കിൽ പിന്നെ ഒരു ഹിന്ദിയിലൊക്കെ അത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചു. പിന്നെ ബാങ്കോക്ക് സമ്മർ വന്നു, ബോംബെ വന്നു.